ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് അനുസൃതമായ വേക്കൻസിയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമി അഥവാ NDA ആൻഡ് നേവൽ അക്കാദമി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം +2 യോഗ്യതയുള്ളവർക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആകെ 404 ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുവാൻ കഴിയുക. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി ഓൺലൈനായി 2024 മെയ് 15 മുതൽ 2024 ജൂൺ 4 വരെ അപേക്ഷിക്കാവുന്നതാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു ജോലിയാണിത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ഓൾ ഓവർ ഇന്ത്യയിൽ ജോബ് ലൊക്കേഷൻ വരും. ജോലിയുടെ ശമ്പളം 56,100 രൂപ ലഭിക്കുന്നതാണ്. https://upsc.gov.in/ എന്ന വെബ്സൈറ്റിൽ കയറിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ആർമിയിൽ 208 ഒഴിവുകളുണ്ട്. നേവിയിൽ 42 ഒഴിവുകൾ, എയർഫോഴ്സിൽ 120 ഒഴിവുകൾ എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളത്. നേവൽ അക്കാദമിയിൽ 34 ഒഴിവുകളുമുണ്ട്. അങ്ങനെ ആകെ 404 ഒഴിവുകളാണുള്ളത്. ആർമി വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് ചേരുവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത +2 പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിവാലൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാം പാസ്സായിരിക്കണം. എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്സ് ഓഫ് NDAയിൽ ചേരുവാനുള്ള യോഗ്യത കാൻഡിഡേറ്റ്സിന് +2 ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ അടങ്ങിയിട്ടുള്ള +2 ആയിരിക്കണം. അതായത് +2ൽ സയൻസ് സബ്ജക്റ്റ് പഠിച്ചിരിക്കണം. ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത UR, OBC, EWS എന്നിവർക്ക് 100 രൂപയും SC, ST, ഫീമെയിൽ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ജോബിലേക്ക് അപേക്ഷിക്കുവാനായി ഔദ്യോഗിക വെബ്സൈറ്റായ https://upsc.gov.in/ വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ജോബ് വേക്കൻസിയുമായി കാണാം. ബൈ.